أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Welcome to the Khatam al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة صدق الله العظيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. MS വോയിസിൻ്റെ ഖുർആൻ പഠന ക്ലാസിൻ്റെ 71ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ദിവസം പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. ഇനിയൊരു വെള്ളിയാഴ്ച പെരുന്നാളിൻ്റെ മുമ്പ് നമുക്കില്ല. പുണ്യമായ ഹജ്ജ് കർമ്മത്തിനായി നാനാഭാഗത്തു നിന്നും ആളുകൾ മിനയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു ദിവസമാണ്. നാളെ ശനി എന്ന് പറയുന്നത് എല്ലാ ഹാജിമാരും അറഫയിലേക്ക് നീങ്ങി അറഫയിൽ സംഗമിക്കുന്ന ദിവസമാണ്. പുണ്യമായ ഹജ്ജ് കർമ്മത്തിൽ 3 സ്ഥലങ്ങളിൽ ഹാജിമാർ എല്ലാവരും ഒരുമിച്ച് കൂടും. അതിലൊരു സ്ഥലമാണ് മിന. മിനയിൽ രാപ്പാർക്കും, മിനയിൽ പകലും പാർക്കും, രാവും പകലൊക്കെ മിനയിൽ രാപ്പാർക്കും ഒരുമിച്ച് കൂടും. ലക്ഷക്കണക്കിന് തമ്പുകൾ നമുക്ക് മിനയിൽ കാണാൻ കഴിയും. അവിടെ നിന്ന് അങ്ങോട്ട് അറഫയിലേക്കുള്ള യാത്രയാണ്. വഴിമധ്യയിൽ മുസ്ദലിഫ പള്ളി കിട്ടും. ആ പള്ളിയിലും പരിസരത്തുമൊക്കെയായി രാപ്പാർക്കും. പിറ്റേ ദിവസം അഥവാ അറഫന്റെ ദിവസം അഥവാ ദുൽഹിജ്ജ 9-ന് അറഫയിൽ ഒരുമിച്ച് കൂടുകയും വലിയ മഹാസമുദ്രം അറഫ മൈതാനത്ത് സാക്ഷിയാവുകയും എല്ലാവരും ഒരേ വസ്ത്രവിധാനത്തോടെ അവിടെ ഒരുമിച്ച് കൂടി അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥന നടത്തുന്ന ഒരു ദിവസമാണ് ദുൽഹിജ്ജ 9. ദുൽഹിജ്ജ 9-ൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അത്ര വേറൊരു ദിവസത്തിലും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയില്ല എന്നാണ്. ദുൽഹിജ്ജ 8, 9, 10 ദിവസങ്ങളിലൊക്കെ ഇബാദത്ത് അള്ളാഹ്ക്ക് ആ ഇബാദത്തിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം മറ്റേതൊരു ദിവസം ഇബാദത്ത് ചെയ്താലും നൽകുകയില്ല. അത്ര കണ്ട് പ്രതിഫലം നൽകുകയും അത്ര കണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടവുമാണ് അന്നത്തെ ദിവസം ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടുക എന്നുള്ളത്. ഇനി ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടാൻ നമുക്ക് പറ്റണില്ലെങ്കിലും തെറ്റായ പ്രവർത്തനങ്ങളിൽ, ഹറാമായ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടി നാം വളരെയധികം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അറഫ ദിവസം അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മൾ അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി തൗബ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കും, നമ്മളെ ദോഷങ്ങൾ പുറത്തു തരും, ദുആക്ക് ഉത്തരം നൽകും. ഒരുപാട് ആളുകളെ അള്ളാഹു, എണ്ണമറ്റ ആളുകളെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുകയും ചെയ്യുമെന്നാണ്. അത്രമേൽ മഹത്വമുള്ള ദിവസമാണ് ദുൽഹിജ്ജ 9. അന്നത്തെ ദിവസം നോമ്പ് നോറ്റാൽ 2 വർഷത്തെ ദോഷങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കും. കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും.
വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷങ്ങൾ നമുക്ക് പൊറുക്കണമെങ്കിൽ ഒരു വർഷം കൂടി നമ്മൾ ജീവിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അറഫ ദിവസം നോമ്പ് നോറ്റാൽ, ദുൽഹിജ്ജ 9 അന്ന് നോമ്പ് നോറ്റാൽ, ചില ഗൾഫിൽ അറഫ ശനിയാഴ്ചയാണ്, നമുക്ക് ദുൽഹിജ്ജ 9 ഞായറാഴ്ചയാണ്. നമ്മൾ നോമ്പ് വെക്കേണ്ടത് ദുൽഹിജ്ജ 9 ഹാജിമാർക്ക് ഏതായാലും നോമ്പ് സുന്നത്തില്ല. അപ്പൊ ദുൽഹിജ്ജ 9 ആരെങ്കിലും നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അള്ളാഹു അവനക്ക് ഒരു വർഷത്തെ കൂടി ആയുസ് ഇട്ടുകൊടുക്കുമെന്നാണ്. അള്ളാഹു നമുക്കൊക്കെ അവന്റെ താഴത്തിലും പൊരുത്തത്തിലുമായി ജീവിക്കാനുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അറഫയുടെ രാവ്, അറഫയുടെ പകല്, പെരുന്നാൾ രാവ്, പെരുന്നാളിന്റെ പകല്, അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ ഒക്കെ അങ്ങേയറ്റം മഹത്വമുള്ള ചെറിയ അമലുകൾ കൊണ്ട് ധാരാളം പ്രതിഫലം നേടിയെടുക്കാൻ, കരഗതമാക്കാൻ കഴിയുന്ന മഹത്തായ ദിനരാത്രങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ കൊണ്ടൊക്കെ ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആക്ക് ഉത്തരം ലഭിക്കുന്ന 5 രാവുകളെ പരിചയപ്പെടുത്തിയതിൽ ഒന്ന് അറഫ ദിവസം, അറഫ രാവ്. അതുപോലെ തന്നെ 2 പെരുന്നാൾ രാവുകൾ, ചെറുപെരുന്നാൾ, വലിയ പെരുന്നാളിലെ രാവുകളാണ്. ആ വലിയ പെരുന്നാൾ രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. മോമിനീങ്ങളെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അവന്റെ ത്വാഅത്തിലും പൊരുത്തത്തിലുമായിട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മോമിനീങ്ങളെ, നമ്മളെ സൂറത്തുൽ ബയ്യിനയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. ഖുർആൻ ഓതാൻ പഠിക്കുക, തെറ്റുകൂടാതെ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കുക, ഖുർആൻ ഖത്മ തീർക്കുക. ഈ ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ വീഡിയോ കണ്ട് ഒരു വീഡിയോ, ഖുർആൻ പഠിക്കാനുള്ള ഒരു വീഡിയോ കാണുന്നത് തൊട്ടു നോക്കാമെന്നൊക്കെ കരുതി യൂട്യൂബിൽ നിന്ന് കയറി വന്നവരുണ്ടാക്കാം. അവരോട് പറയാനുള്ളത് ഖുർആൻ പഠിക്കുക എന്നുള്ള വളരെ സിമ്പിളായ വിഷയമാണ്. ഖുർആൻ ഖത്തം തീർക്കുക വളരെ സിമ്പിളായ വിഷയമാണ്. 2 കാര്യമാണ് നമുക്കതിന് വേണ്ടത്. അറബി നമുക്ക് വായിക്കാൻ അറിയണം. അതിനുശേഷമാണ് നമുക്ക് ഖുർആൻ ഓതാൻ നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അറബി വായിക്കാൻ അറിയാൻ അറബി എന്തിനാ ആദ്യം പഠിക്കണം. അറബിലാകെ 26 അക്ഷരങ്ങളുള്ളത്. ആ 26 അക്ഷരങ്ങൾ അറബിയിലെ 28 അക്ഷരങ്ങൾ. അറബിയിലെ 28 അക്ഷരങ്ങൾ നമുക്ക് എഴുതാനും വായിക്കാനും കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. അതിനുള്ള എല്ലാ മാർഗങ്ങളും അറബി എഴുതാനും വായിക്കാൻ അറിയാത്തവർ ബേജാറാവണ്ട. അറബി എഴുത്തും വായനയും പഠിപ്പിക്കുന്ന വീഡിയോകൾ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ക്ലാസ്സിലും ഒരു അക്ഷരം എങ്ങനെ എഴുതണം, എവിടെ നിന്ന് തുടങ്ങണം, ഏത് രൂപത്തിലൊക്കെ വേണ്ടത് എന്ന് വ്യക്തമായി നമ്മൾ എഴുതി ഒരു പരീക്ഷയോടുകൂടി, അഥവാ ഒരു കേട്ടെഴുത്ത്, ഒരു എക്സാമോട് കൂടിയാണ്, ഹോംവർക്കോട് കൂടിയാണ് ഓരോ ക്ലാസ്സുകളും നമ്മൾ അവസാനിപ്പിക്കുന്നത്. നിങ്ങളൊരു ദിവസം ഒരു അരമണിക്കൂർ സമയം ചെലവഴിക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു ദിവസത്തിന് അരമണിക്കൂർ മാത്രമേ ചെലവഴിക്കുന്നുവെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അറബി എഴുത്തും വായനയും പഠിക്കാൻ കഴിയും. അതേ സ്ഥാനത്ത് കുറച്ചധികം സമയം നിങ്ങൾ ചെലവഴിക്കുകയാണ്, ഒരു ദിവസം ഒരു 3-4 വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് കവർ ചെയ്യാൻ, അത് ക്യാച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരു ദിവസം 3-4 ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആകെ 30-40 ക്ലാസ്, ആ ക്ലാസ് പെട്ടെന്ന് കവർ ചെയ്ത് ഒരാഴ്ച കൊണ്ട് തന്നെ അറബി നിങ്ങൾക്ക് എഴുതാൻ പഠിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ ഓതി പഠിക്കാൻ ഒരു പണിയില്ല. ഖുർആൻ നമ്മൾ ഓരോ അക്ഷരങ്ങളായി കൂട്ടി എഴുതി ബോർഡുമേൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് തുടക്കം തുടങ്ങിയിരിക്കുന്നത്. ഇത് 70ാമത്തെ ക്ലാസ്സാണ്. ഇതിൻ്റെ 1ാമത്തെ ക്ലാസ് മുതൽ കാണണം. 1ാമത്തെ ക്ലാസ് മുതൽ ഒരു 10-20 ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ പഠിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ ഒരു ഹാഫിൽ ഉസ്താദിൻ്റെ കൂടെ ഓതി പഠിക്കാനുള്ള വീഡിയോ, ഓരോ പേജ് വെച്ചിട്ട് ഓതി ഖത്മ തീർക്കാനുള്ള വീഡിയോകൾ നമ്മൾ ഓൾറെഡി നമ്മൾ MS വോയിസിൽ ചെയ്തിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഒരു 7 ഖുർആൻ ഓതി ഖത്മ തീർക്കുന്നതാണ്. അതിന് പുറമെ ഒരു ജുസ് ഓതി ഖത്മ തീർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിലുണ്ട്. ഈ ഖുർആനിൻ്റെ നിയമങ്ങൾ തജ്വീദ് പഠിക്കണോ, അതിനുള്ള സംവിധാനം ഇതിലുണ്ട്. ഒക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പഠിക്കണമെന്ന ആഗ്രഹം മാത്രം ഉണ്ടായ പോലെ അതിനുവേണ്ടി ഒരു പ്രയത്നിക്കണം, അധ്വാനിക്കണം, പ്രവർത്തിക്കണം, ഒരു സമയം കണ്ടെത്തണം. എങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഓതി പഠിക്കാനും ഖത്മ തീർക്കാനും ഒക്കെ കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഞാൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. സൂറത്തുൽ ബയ്യിന നമ്മൾ കഴിഞ്ഞ ദിവസം 4 ആയത്ത് എടുത്തിരുന്നു. വലിയ ആയത്തുള്ള ചെറിയൊരു സൂറത്താണ്. അതുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള കുറച്ച് ഭാഗം കൂടെ എടുത്ത് 3 ദിവസം കൊണ്ട് നമുക്ക് ക്ലാസ് തീർക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. അവിടെ വരെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്. വമാ ഉമിറു എങ്ങനെ ഇതാ വമാ ഐ
ഉമിറു അലിഫിട്ട് ഹംസിട്ട് ലൊമ്മിട്ട് മീമിട്ട് വമാ ഉമിറു ലൊമ്മിന് ശേഷം വാവ് വന്നാൽ അലിഫിടണം. വമാ ഉമിറു ഇല്ല എന്താ വയ്ക്കുക? ഇല്ല ലിയഅ്ബുദുല്ലാഹ ലിയഅ്ബുദുല്ലാഹ ലിയഅ്ബുദു ലിയഅ്ബുദൂന്നാണ് കേട്ടോ ഉള്ളത് കേട്ടാ. ലിയഅ്ബുദു ഒരു വാവ് അല്ലാഹ ലിയഅ്ബുദുല്ലാഹ നൈനി ലിയഅ്ബുദുല്ലാഹ വമാ ഉമിറൂ. ഇവിടെ നോക്കൂ, പിന്നെ ലൊമ്മിനെ നീട്ടാൻ വാവുണ്ട്, മദ്ദക്ഷരമുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം? കൂടുതൽ നീട്ടണം. അവിടെ ഒരു മദ് കാണാം. വമാ ഉമിറു ഇവിടെ നീട്ടണം. മദ്ദക്ഷര ഹംസ് വന്നു, ഇവിടെ നീട്ടണം. അപ്പൊ എന്തായി? വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ ലിയഅ്ബുദൂന്നുള്ളത് നീട്ടാനുള്ളതിന് ശേഷം ഇവിടെ ശദ്ദ് വന്നു. അപ്പൊ നീട്ടാൻ പാടില്ല. ലിയഅ്ബുദുല്ലാഹ. അടുത്തത് മുഖ്ലിസീന ലഹുദ്ദീൻ. മുഖ്ലിസീന മീം ഖാ ലാം സ്വാദ് യാ നൂൻ. മുഖ്ലിസീന ലഹുദ്ദീന. ലഹുദ്ദീന അലിഫ് ലാം ധാൽ ശദ് യാ നൂൻ. ലഹുദ്ദീന ഇവിടെ നമുക്ക് നിർത്താം. ശാസ്ത്രം ലഹുദ്ദീൻ എന്നിട്ട് മടക്കി ഓതണം. മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ. അങ്ങനെ ഇതാ ഹുനഫാ ഹാ നൂൻ ഫാ ഹുനഫാ. ഓക്കെ, മദ്ദക്ഷര ഹംസ വന്നിട്ട് അപ്പൊ ഇവിടെ മദ് ഉണ്ട് കേട്ടാ. മദ് മുത്തസിലാണ്. ഹുനഫാ വയുഖീമു അസ്വലാത്ത. വയുഖീമു എങ്ങനെ ഇതാ വയുഖീമു മീമിന്റെ കൂടെ നമ്മുടെ വയുഖീമു വയുഖീമു അസ്വലാത്ത അലിഫ് ലാം സ്വാദ് വയുഖീമു സ്വാ ലാം വാവ് സ്വലാത്വ. ഇവിടെ നീട്ടാനുള്ള ശേഷം ശബ്ദ വരുമ്പോൾ നീട്ടരുത്. വയുഖീമു സ്വലാത്ത വയുഖീമു സ്വലാത്ത. ഒന്നുകൂടി ഇവിടുന്ന് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമു സ്വലാത്ത എന്നാണ് നിർത്തുമ. സ്വലാഹ് വയുഖീമു സ്വലാത്ത വയുഅ്തു സകാത്ത വയുഅ്തു സകാത്ത വയുഅ്തു സകാത്ത സകാത്ത. വയുഅ്തു സകാത്ത. ഇവിടെ ഒരു ജീമ് കാണാം, വഖഫിന്റെ അടയാളാണ്. അപ്പൊ ഇവിടെ നിർത്താം നമുക്ക്. അപ്പൊ എങ്ങനെ ഓതണം? വയുഅ്തു സകാത്ത് വയുഅ്തു സകാത്ത്. അപ്പൊ നോക്കിയാ ഒന്നുകൂടെ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമു സ്വലാത്ത വയുഅ്തു സകാത്ത്. സകാത്ത് ആണ് ട്ടാ. സകാത്ത് ഇനി ബാക്കി وذلك دين القيمة. وذلك وذلك دين القيمة. دين അങ്ങനെ ഇതാ യാ നൂൻ. وذلك دين القيمة. ഇവിടെയാണ് ആയത്ത് അവസാനിക്കുന്നത്. ദീനുൽ ഖയ്യിമ.
ഖലിമതി എന്നാണ് ആയത്ത് അവസാനിച്ചു. അപ്പൊ എന്തായി? വദാലിക ദീനുൽ ഖയ്യിമ. ഓക്കെ, അടുത്തത് ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്. നോക്കിക്കോളിട്ടാ, വായിച്ചു നോക്കിക്കോളി. ദാലാണ്, നൂനാണ്, യാ. എന്താ വായിക്കാ? വായിക്കി. കാഫ് ഫാ റാ. എന്താ വായിക്കാ? കഫറൂ, ഇന്നല്ലദീന കഫറൂ. വായിക്കി. മിൻ എന്താ വായിക്കാ? മിൻ അഹ്ലി, മിൻ അഹ്ലി. എന്തായി? അഹ്ലിൽ, കാഫിന് കസ്ർ, താഇന് ഫത്ഹ്, ഒരു കുഞ്ഞലിഫ്. എന്തായി? വായിച്ചു നോക്കട്ടാ. അടുത്തത് എന്താ വായിക്കാ? മീമിന് ലൊമ്മ്, ഷീന്. എന്തായി? വായിച്ചു നോക്ക്. ഒരു കാഫ്, യാ, നൂന്. എന്താ വായിക്കാ? അഹ്ലിൽ, മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന, വൽ മുശ്രികീന. വായിച്ചോളി. എന്താ വായിക്കാ? ഫീ നാരി, ജഹന്നമ, ഫീ നാരി ജഹന്നമ. അടുത്തത് എന്താ വായിക്കാ? ഖാലിദീന, ഖാലിദീന. ഫീഹ, ഇവിടെ ജീമുണ്ട്, വഖഫ് ചെയ്യാ, നിർത്താണ്ട. ഖാലിദീന ഫീഹ. അടുത്തത് വായിച്ചോളി. ഊ, എന്താ വായിക്കാ? ഊ, ലാം, പാത്രത്തിലെ അൽഫ്, ഒരു ഇതാണ് കേട്ടാ. എന്താ വായിക്കാ? ഉലൈക എന്നാ എഴുതിക്കണേ, ഉലൈക എന്നാ വായിക്കാട്ടാ. ഉലൈക, ഉലൈക. എന്താ വായിക്കാ? ഉലൈക. അടുത്തത് ഈ ഹംസ് താഴത്ത് കൂട്ടിട്ട് എഴുതാട്ടാ. ഉലൈക ഹും. എന്താ വായിക്കാ? ഉലൈക ഹും. ഇനി അടുത്തത് വായിച്ചു നോക്കട്ടെ, കിട്ടുണ്ടോ നോക്ക്. എന്താ വായിക്കാ? ശർറു, ഉലൈക ഹും ശർറു. എന്താ വായിക്കാ? ശർറുൽ ബരി. എന്താ വായിക്കാ? ഷർറുൽ ബരിയത്തി എന്നാണ് ആയത്ത് അവസാനിച്ചപ്പോ ഷർറുൽ ബരിയ എന്ന് പറഞ്ഞ് നിർത്താം. ഉലൈക ഹും ഷർറുൽ ബരിയ. നമുക്കൊന്നുകൂടി ഓതി നോക്കാം. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم
في نار جهنم خالدين فيها أولئك هم شر البرية. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. صدق الله مولانا العظيم. إن شاء الله. അപ്പോൾ നമ്മൾ ഇന്ന് എത്ര ആയത്ത് എടുത്തു? എവിടെയാണ് ആയത്ത് കഴിയുന്നത്? വദാലിക ദീനുൽ ഖയ്യിമ. ഇവിടെ ഒരു ആയത്ത് കഴിഞ്ഞു. ഞാൻ രണ്ടായത്താന്ന് എടുത്തിട്ടുള്ളൂ. രണ്ടായത്താന്ന് എടുത്തിട്ടുള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ ഒരു രണ്ടായത്തും കൂടി, വലിയ രണ്ടായത്തും കൂടി എടുക്കാണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം എല്ലാവരും നന്നായി ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ എഴുതി ഓതി പഠിക്കുക. എഴുതുന്ന ബുക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വരയുള്ള നോട്ട് ബുക്ക് ഒന്നോടുകൂടി ഇരിക്കുക, ഒന്നോടുകൂടി എഴുതുക, ഒന്നോടുകൂടി പിന്നെ അതിലൊക്കെ തുടർന്നങ്ങൊക്കെ ചെയ്യണം കേട്ടോ. വളരെ ശ്രദ്ധിച്ച് നന്നായി എഴുതി ഓതി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കും. അങ്ങനെ പഠിക്കുമെന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാവും. പലവരും, അതായത് 70 വയസ്സായ ഒരു ഉമ്മ, അത് അമേരിക്കയിലാണ് ഉള്ളത്. അതെന്ത് ചെയ്യുന്നുണ്ട്? മലയാളിയാണ്. അത് എഴുതി ഓതി വായിച്ചു വിട്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സ്വന്തം എൻ്റെ ക്ലാസ് വരാൻ കാണാൻ നിൽക്കാതെ തന്നെ അത് ഓതി വിട്ടല്ലോ തുടങ്ങി. ഇപ്പം ഏതാണ്ട് അമ്മ ജ്യൂസ് തീരാറായി. അതുപോലെ വേറെ സൗദിയിലുള്ളൊരു സഹോദരൻ, അദ്ദേഹത്തിന് അറബി അക്ഷരങ്ങളൊന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം അറബി അക്ഷരങ്ങൾ പഠിച്ച് ഖുർആൻ ഓതി പഠിച്ച് എനിക്ക് ഖുർആൻ ഓതി വിട്ടുതരാറുണ്ട്. അതുപോലെ കുടക് ആ ഭാഗത്തുള്ള ഒരു സഹോദരൻ, അദ്ദേഹം പിന്നെ ഓൾറെഡി ഓതി വിട്ടു എന്നൊക്കെ ക്ലിയറായി, പിന്നെ ഖത്തമൊക്കെ തീർത്തു. അങ്ങനെ പലവരും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഈ പറയുന്നത് പോലെ പഠിച്ചാൽ, എഴുതി പഠിച്ചാൽ, അറബി അക്ഷരങ്ങൾ ആദ്യം എഴുതി വായിച്ച് പഠിക്കുക. അതുകഴിഞ്ഞിട്ട് അറബി നമ്മളുടെ ഖുർആൻ എഴുതി ഓതി പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും. നിങ്ങൾ 1ലും 2ലും പഠിക്കണ പോലെ പഠിക്കണം. മനസ്സിലായി? അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഓതി പഠിക്കാൻ കഴിയും. ഉറപ്പാണ് പറയുന്നത്. മനസ്സ് ഇതിൽ കൊടുത്ത് ക്ലിയർ ആകും. ഈ 70 ക്ലാസ് 71 ക്ലാസ് ഒന്നും കാണണ്ട. ആദ്യത്തെ ഒരു 10-20 ക്ലാസ് നിങ്ങൾ കണ്ടാൽ മതി. ഏത്? ഖുർആൻ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന. പിന്നെ നിങ്ങൾക്ക് ഓതി എടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഓതി ലെവലായി കഴിഞ്ഞാൽ ഞങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വിടാം. ഉസ്താദെ, ഒരു പേജ് വെച്ച് ഖത്തം ഓതുന്ന യൂട്യൂബിന്റെ ലിങ്ക് വിട്ടുതരാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതിന് ലിങ്ക് വിട്ടുതരും. അപ്പം നിങ്ങൾ ഇങ്ങനെ ഓതിക്കോളിയും കേട്ടോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖത്തം തെറ്റുകൂടാതെ ഓതാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹാഫിൽ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ പിന്നെ വാപ്പ മരിച്ചതിൻ്റെ 7 വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് ഞാൻ പോയിരുന്നു. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ പോയി. നല്ലൊരു സദസ്സായിരുന്നു. ഒരുപാട് ഉസ്താദുമാരും തങ്ങന്മാരും താന്യമീങ്ങളൊക്കെ ഉള്ളൊരു മജ്ലിസിന് വെച്ച് ആ ഉപ്പാക്ക് വേണ്ടി എല്ലാവരും ദിക്റും മൗലൂദും യാസീനൊക്കെ ഓതിയതുമായിരുന്നു. അതുപോലെ ഞാനും നിങ്ങളോട് നിങ്ങളാൽ കഴിയുന്ന ദിക്റ് സലാത്തൊക്കെ ചെല്ലാൻ പറഞ്ഞിരുന്നു. ചെല്ലാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ ചെല്ലണം. അവരുടെ മൗഫറത്തിന് വേണ്ടി ദ്വാരക്കണം. ഉസ്താദിൻ്റെ ഖിറാഅത്ത് നമ്മൾ തുടക്കത്തിലും അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ കേൾക്കുന്നതും ഹാഫിൽ അഹമ്മദ് നസീബാക്കി ഉസ്താദിൻ്റെ ഖിറാഅത്താണ്. ആ ഉസ്താദിൻ്റെ പിതാവാണ് മരിച്ചിട്ടുള്ളത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ഉസ്താദാണ് മൂപ്പര്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉസ്താദിന് വേണ്ടി നമ്മൾ ദ്വാരക്കുക എന്നുള്ളത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ദ്വാരക്കണം. അദ്ദേഹത്തിൻ്റെ വാപ്പാക്ക് വേണ്ടിയിട്ട് കേട്ടോ. അദ്ദേഹത്തിന് വേണ്ടി വേറെ ദ്വാരക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. പുണ്യമായ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തെ ആദരിക്കാനും ബഹുമാനിക്കാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉസ്താദിന്റെ ഖിറാഅത്ത് കേട്ടോളി ട്ടോ. Welcome to the Khatmul Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة.
إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية صدق الله العظيم. ഇൻഷാല്ലാ എല്ലാവരും 3 സ്വലാത്ത് ചൊല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനായ റബ്ബേ, പുണ്യമായ ദുൽഹിജ്ജ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ പരിശുദ്ധമായ ഖുർആന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങൾ ഈ ചെലവഴിച്ച സമയമൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ മരണപ്പെട്ടു ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ ഉപ്പ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, ഹദിയ നൽകിയവർ, ഞങ്ങളുടെ അഭ്യുദയ കാംക്ഷികൾ, അവരുടെ ഒക്കെ ഞങ്ങളിൽ മരിച്ചു എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ നാളെ ഞങ്ങളുടെ ഖബറ് നീ സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നിന്റെ മഹൽ കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ഇരുലോക വിജയിക്കുന്ന ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ തെറ്റുകൂടാതെ ഖത്മ തീർക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നിന്റെ മഹൽ ഫദ്ലിനോട് ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി നീ ഖൈറിലാക്കണേ അല്ലാഹ്. പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാത്ത മക്കളുണ്ട്, പെട്ടെന്ന് പഠിച്ചത് മറന്നുപോയി പ്രയാസപ്പെടുന്നവരുണ്ട്, പഠിക്കാൻ തോന്നാത്ത മക്കളുണ്ട്, ചെറിയവരുണ്ട്, വലിയവരുണ്ട്. എല്ലാവർക്കും ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഇൽമുആക്കലെ അദബൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. പലവരും ഹദിയകളൊക്കെ അയച്ചു തന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ, അവരുടെ ഹദിയകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് അതിന്റെ മിഥില ദുആബിനെ എത്തിച്ച് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പെരുന്നാളല്ലേ എന്നൊക്കെ പറഞ്ഞ് പലരും ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. അവരിന്ന് മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഹദിയ അയച്ചു തന്നവരുണ്ട്. അല്ലാഹു എല്ലാവരും നീ കബൂലാക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലത്തിനും പരത്തിനും നൽകണേ അല്ലാഹ്. മരണപ്പെട്ടുപോയവരുടെ പിതാവും ഉമ്മ ആരൊക്കെ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുണ്ട് അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പുണ്യമായ ദുൽഹിജ്ജ മാസത്തിലെ പരിശുദ്ധമാക്കപ്പെട്ട ദിവസങ്ങൾ യൗമുൽ തർവിയ, യൗമുൽ അറഫ, യൗമുൻ നഹർ പോലത്തെ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളൊക്കെ റബ്ബേ നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ, നോമ്പുകൾ നോൽക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാനൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ പുണ്യ ദിവസങ്ങൾ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ, നരകമോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ, പാപമോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ, നിന്റെ റിളയും സ്നേഹവും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവസാനം ഈമാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു പരിശുദ്ധമായ ഖുർആന്റെ അഹ്ലുകാരെ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഉസികും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.